നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതേതു പ്രശ്നത്തിനും മുത്തുനബിയുടെ സവിധത്തിലേക്കാണ് സഹാബത്ത് ഓടി വരാറുള്ളത്. ഖതാദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ കണ്ണ് തായോട്ട് വീണപ്പോൾ ആ കണ്ണ് കയ്യിലെടുത്തിട്ട് ഓടി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്തേക്കാണ്. മുത്തുനബി ഒന്ന് തടവിയിട്ട് കണ്ണ് അവിടെ തന്നെ വെച്ചു കൊടുത്തു. ആ കണ്ണിന് പ്രശ്നം ഉണ്ടായില്ല. ഖൈബർ യുദ്ധത്തിൻ്റെ സമയം നാളെ ഞാൻ എൻ്റെ കൈ കൊണ്ട് പതാക ഒരാൾക്ക് കൈമാറും, അയാളെ കൊണ്ട് ഖൈബർ ജയിച്ചടക്കുമെന്ന് മുത്തുനബി പ്രഖ്യാപിക്കുകയാണ്. സ്വഹാബത്തെല്ലാം തടിച്ചുകൂടി തല മേൽപോട്ട് വെച്ച് ഞാനാകട്ടെ എന്നെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് മുത്തുനബിയുടെ ചോദ്യം, അലിയാരെവിടെ? സഹാബത്ത് പറഞ്ഞു, കണ്ണിന് പ്രശ്നമാണ്, അതുകൊണ്ട് വന്നിട്ടില്ല, വിളിക്കൂ അവരെ. കണ്ണൊന്ന് തടവിക്കൊടുത്തു, ആ കണ്ണിൻ്റെ അസുഖം മാറി. സലമത്ത് ഇബ്നുൽ അക്വർ റളിയല്ലാഹു അൻഹു കാല് പൊട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് ഓടി വരികയാണ്. കാല് പൊട്ടി നബിയെ. മുത്തുനബി തടവിക്കൊടുക്കുന്നു, ആ കാല് സുഖപ്പെടുന്നു. പിന്നീട് ആ കാലിന് മരണം വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് മഹാനവറുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ലോകത്ത് എത്രയാണ് ഇത് ശാരീരികമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല. ജാബിർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിന് വല്ലാത്ത സ്പീഡ് കുറവ്, ഒരുമിച്ചുള്ള യാത്രയാണ്, ബാക്കി എല്ലാവരും കിലോമീറ്ററുകൾ മുന്നേത്തുമ്പോഴും ജാബിർ തങ്ങളുടെ ഒട്ടകം എത്രയോ പിന്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുന്നു. നബി തങ്ങൾ ആ ഒട്ടകത്തെ തടവിക്കൊടുക്കുന്നു. പിന്നീട് ബാക്കിയുള്ളവരുടെ എല്ലാം ഒട്ടകത്തേക്കാൾ വേഗത്തിൽ ഈ സ്പർശനം കൊണ്ട് ആ ഒട്ടകത്തിന്റെ വേഗത വർദ്ധിക്കുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയെ എത്ര പഠിച്ചിട്ടും മനസ്സിൽ നിൽക്കുന്നില്ല, പഠിച്ചതെല്ലാം മറന്നുപോകുന്നു. നബി തങ്ങൾ പറഞ്ഞു, കയ്യിലുള്ള തുണിയൊന്ന് വിരിക്കൂ. നബി തങ്ങൾ അതിലേക്ക് എന്തോ ഇങ്ങനെ വാരിയിടുന്നു, നെഞ്ചത്തേക്ക് ചേർത്ത് വെക്കാൻ പറയുന്നു. പിന്നീട് മറവി എന്ന് പറയുന്ന സാധനമേ ഇല്ല. സഹാബികളിൽ നബി തങ്ങളോടൊപ്പം ഇസ്ലാം സ്വീകരിച്ചിട്ട് 2.5 വർഷം മാത്രം ജീവിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്ത അത്ര ഹദീസ് വേറൊരാൾക്കും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ആ ഒരു സ്പർശനവും അവിടുന്ന് കിട്ടിയ ബറക്കത്തുമാണത്. ഇത് എക്കാലത്തും അഹ്ലുബൈത്തിലൂടെ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് അവരിലേക്കാണ് ഓടിയെടുത്താറുള്ളത്. അവരുടെ മന്ത്രവും അവരുടെ ഊത്തും അവരുടെ ദുആയും അത് മുസ്ലിമീങ്ങൾക്ക് പ്രതീക്ഷയാണ്, മുസ്ലിമീങ്ങൾക്ക് പ്രത്യാശയാണ്. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുത്തെ മർസിയത്തിൽ തന്നെ കാണാം. ആര് ഓടി വന്നാലും ലാ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മഹാനവറുകൾക്കില്ല. എന്ത് ചോദിച്ചാലും നഅം, കഴിയും എന്നേ പറയൂ, കഴിയില്ല എന്ന് അഹ്ലുബൈത്ത് പറയാറില്ല. ഇത് മഹാന്മാരായ സാദാത്യങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. ദീൻ അല്ലാഹു നിലനിർത്തുന്നത് ഇവരിലൂടെയാണ്. ഇത്രത്തി എൻ്റെ മക്കളെ ഞാൻ നിങ്ങൾക്ക് ഇട്ടേച്ചു പോകുന്നു, ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് മുറുകെ പിടിക്കാനുള്ള 2 കാര്യം, ഒന്ന് കിതാബുല്ലാഹ്, ഒന്ന് വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് വഇത്രത്തി എൻ്റെ മക്കളാണ്. ഈ മക്കൾ അവർ ലോകത്തിന് ഇസ്ലാമിൻ്റെ പ്രതീകങ്ങളാണ്, ഇസ്ലാമിൻ്റെ ദീപസ്തംഭങ്ങളാണ്. ഇസ്ലാം അവരിലൂടെയാണ് പ്രചരിക്കുന്നത്. കേരളത്തിൽ ഹദർമൗത്തിൽ നിന്ന് വന്ന സാദാത്തുക്കളാണ്. മമ്പുറത്തും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യമനിൽ നിന്ന് വന്ന സാദാത്തുക്കളിലൂടെ ഇസ്ലാമിന് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ സാദാത്തുക്കൾക്ക് പിന്നിലാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ എല്ലാം നിലകൊള്ളാറുള്ളത്. കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും നോക്കിയാൽ സാദാത്തുക്കളുടെ നേതൃത്വം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് കൈമാറിയ വലിയൊരു ലീഡർഷിപ്പാണ്. അവരെ പിന്നിൽ അടിയുറച്ച് നിന്നാൽ ദുനിയാവും നാളെ ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. സാദാത്തുക്കളെ വിഷമിപ്പിച്ചാൽ അത് എൻ്റെ നഷ്ടമാകുമോ എന്ന് വലിയ വലിയ ആളുകൾ ബാഹ്യമായ തെറ്റ് കണ്ടിട്ട് പോലും അവരോട് കളിക്കണ്ട എന്ന് വിചാരിച്ച് മാറ്റിവെച്ചവർ തന്നെ കിതാബുകളിൽ ഇമാമിങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. കാരണം അവരെ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എൻ്റെ മറുപക്ഷത്ത് ആഖിറത്തിൽ മുത്തുനബി ഉണ്ടാകുമോ,
അവരുടെ വല്യാപ്പ ഉണ്ടാകുമോ എന്ന പേടിയാണ് ഇമാമിങ്ങളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം. അതുകൊണ്ട് നമുക്ക് ഈ സാദാത്തുക്കളോടുള്ള മഹബത്തും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രധാനമായും അവരെ നമ്മൾ കാണേണ്ടത് ആത്മീയമായ മേഖലകളിൽ ദീനിൻ്റെ വെളിച്ചമായിട്ട് അവർ കാണിച്ചു തരുന്ന എല്ലാ മേഖലകളിലേക്കും നമ്മൾ അവരെ പിന്തുടരുക എന്നതാണ് നമ്മൾ അവരിൽ നിന്ന് കാണേണ്ടത്. നമ്മുടെ വിഷയങ്ങൾ പറയാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും എല്ലാം അഹ്ലു ബൈത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.